പട്ടണ വിട്ടൊരു അറ്റാരം പൊട്ടി വലിച്ചു വരും നേരം പട്ടണ ഭൂതമൊരാക്രാന്ത പൊട്ടി വലിച്ചു നേരം കുടവാളും മുറിവാളും അതെങ്ങനെയാ? ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മഞ്ഞ് തപ്പിയുള്ള യാത്രയാണ്. നമ്മളിവിടെ മഴ പെയ്തു, മഞ്ഞുണ്ടോ നോക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ് ഗൈസ്. അല്ലേ? കോടമഞ്ഞിൻ ഹൊയ് ഹൊയ്, താഴ്വരയിൽ ഹൊയ് ഹൊയ്. അപ്പൊ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്ക് ഗൈസ്. നല്ല തണുപ്പാണ് നമ്മുടെ മറ്റ് സംസ്ഥാനം. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് മഞ്ഞ് തേടിയുള്ള യാത്രയാണ്. നിങ്ങൾക്ക് നോക്കി അറിയാം, ഇവിടെ ഒരു മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം. ഈ ഒരു തണുപ്പാണിപ്പോൾ. അതെ, ഈ കൊടും വേനലില് ബാക്കി എല്ലാ ജില്ലകളിലും പഴുത്ത് ആൾക്കാർ ആശുപത്രിയിലും അതുപോലെ സൂര്യാഘാതമായിട്ട് മരിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോഴും ഞങ്ങൾ ഇവിടെ നല്ല സുഖമായിട്ടാണ് ജീവിക്കുന്നത്. ഈ കൊടും വേനലിൽ ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ടാണ് ഈ ചെറിയ മഴ പെയ്തിരിക്കുന്നത്. ഇതിപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവിടെ അത്ര ഭയങ്കര ചൂടൊന്നുമില്ല. നല്ല വേനൽ സമയത്ത് പോലും നമ്മൾ ഏതെങ്കിലും വീടിന്റെ അല്ല മരത്തിന്റെ ചോടില പോയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് അത്യാവശ്യം കിട്ടും. നമ്മൾ അത്ര വേർക്കൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടും ഇടുക്കി ആൻഡ് വയനാട് വേനൽ സമയത്ത് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ സമയം. അതാണ്ട് മഞ്ഞ് 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 നമ്മൾ മഞ്ഞിന്റെ അകത്ത് ഇതൊക്കെ മഞ്ഞാണ് ഗൈസ്. കാരണം നിങ്ങൾക്ക് താഴേക്ക് നോക്കി അറിയാം, ചെറുതായിട്ടൊരു മഞ്ഞിന്റെ ഇതറിയാം. നമ്മൾ ആ മഴ പെയ്ത സമയത്ത് ദൂരെ മഞ്ഞ് കണ്ടായിരുന്നു. അതാ പിന്നെ നമ്മൾ ഇറങ്ങിയത്. ഇവിടുത്തെ ഒരു അംഗൻവാടിയാണ്. വിറയ്ക്കുന്ന കയ്യ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ മഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയൊക്കെ നോക്കിയോ, അതൊക്കെ നമ്മുടെ 10ാം മൈൽ ഭാഗമാണ്. നമ്മൾ ഇവിടെ എവിടെയോ ആയിട്ടായിരുന്നു മഞ്ഞ് കണ്ടത്. ആ മഴ പെയ്ത സമയത്ത് തന്നെ വന്നായിരുന്നു നമുക്കത് കാണാൻ പറ്റുമായിരുന്നു. അതിപ്പോ പോയെന്ന് തോന്നുന്നു. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. തങ്കമണിയിൽ നിന്ന് പ്രകാശ് പോകുന്ന വഴിയാണിത്. ആ വഴിയുടെ അവിടെ ഒരു കുഴപ്പമുണ്ട്. നമ്മളത് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നമ്മള് കഴിഞ്ഞിടയ്ക്ക് നീലുവേലി ഗ്രാമം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നല്ലോ. അപ്പൊ ആ റോഡ് ഈ ഒരു വഴിയാണ് പോകുന്നത്. ഗ്രാമവാസികളൊക്കെ മഴയൊക്കെ കഴിഞ്ഞ് വർത്താനം പറയാൻ വേണ്ടി ഇരിക്കുകയാണ് കൈത്തോടെ. ഇത് ശാന്തിഗ്രാം റൂട്ടും കൂടെയാണ്. നമുക്ക് കുറെ അധികം വലിയ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അല്ലേ? അതെ, നമുക്ക് കുറെ അധികം ഗ്രാമവാസികളെ നമുക്ക് ഇന്ന് കണ്ടുമുട്ടാം. ഭയങ്കര ചൂടൊക്കെ ആയിട്ട് അവരെല്ലാം വീടിന്റെ അകത്തായിരുന്നിരിക്കാം. ഇപ്പൊ മഴയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ അവർ കഥകളൊക്കെ പറയാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു കവലയിൽ എത്തിയിരിക്കുകയാണ്. അമ്പലമേടിലേക്ക് വഴി തിരിഞ്ഞു പോകുന്നുണ്ട്. അമ്പലമേട് പോകുന്ന വഴി, ഒന്ന് നമ്മുടെ ടവർ ജംഗ്ഷനില് അമലഗിരി ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ്. ഏതാ അമലഗിരിയോ? അമലഗിരി എന്നൊക്കെയാ പറയുന്നത്. അമ്പലം ഇരിക്കുന്ന അമലഗിരി ഇല്ല. ഏതാ മറ്റേ SNDP? നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന കടയിൽ ഭയങ്കര തിരക്കാണ്. ഒരു വലിയ വീട്ടിലേക്ക് കാറ് കയറിപ്പോന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ തേയിലപ്പാടി. ഇടുക്കി ജില്ലയുടെ എന്നാ മണമല്ലേ? തേയിലയുടെ ആ മണമുണ്ട് എന്റെ മോനെ. അതെ, ശരിക്കും ഇടുക്കി ജില്ലേനെ അറിയണ ഇതുപോലെയുള്ള ഊട് വഴികളിലൂടെ വരണം അല്ലേ? ഒരു ഗ്രാമവാസി റോഡിന്റെ നടുവിൽ പുള്ളി പണി കഴിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുന്ന അല്ലേ? ഒരു കോൺക്രീറ്റ് വഴിയാണ്. ഒരു സൈഡിൽ തേയില, ഒരു സൈഡിൽ ചെമ്പരത്തി, അതിന്റെ തൊട്ട് താഴെയായിട്ട് ഏലം. ഒരു ഫ്ലിപ്കാർട്ടുകാരനാണ് ഇപ്പൊ പോയത്. അമ്മച്ചി കലനാരി ഇഴയ്ക്കെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് അത്ര ദൂരം ഉണ്ടായിരുന്നല്ലോ. കട്ടർ കട്ടർ കട്ടർ
ഒരു വലിയ വീടാണ്. ഏ ഇന്റർനാഷണൽ സ്കൂൾ. ഗ്രാമവാസി ചേട്ടൻ എവിടെയോ പോവുകയാണ്. അമ്മേ, ഇന്റർനാഷണൽ സ്കൂൾ മേളിൽ. ഇവിടെ മഞ്ഞുണ്ടെന്നാണ് നമ്മുടെ കോസ്മോസ് അണ്ണൻ പറഞ്ഞത്. പക്ഷെ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അതെ, ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നോക്കാം, കയറി നോക്കാം. മഞ്ഞ് പോയിട്ടൊരു കുഞ്ഞു പോലും ഇല്ലല്ലോ ഇവിടെ ഒന്നും. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇവിടെ മഞ്ഞ് പോയിട്ടൊരു കുഞ്ഞു പോലും ഇല്ല. അതാണ് വാസ്തവം. പിന്നെ അക്കരെയുള്ള മലകളിലേക്കൊക്കെ നോക്കിയാൽ ചെറുതായിട്ട് നമുക്ക് മഞ്ഞിൻ്റെ പാളികളൊക്കെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാതാണ്ട് അവിടെ ആ ഭാഗത്തായിട്ട് കുറേ കൂട്ടത്തോടെ നിൽക്കുന്നു മഞ്ഞുകൾ. അത് എങ്ങോട്ട് പോരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അങ്ങോട്ട് പോകാം, ചിലപ്പോൾ ഇങ്ങോട്ട് വരാം. നമ്മളായിട്ട് വിളിച്ചാൽ അതിങ്ങോട്ട് വരുമൊന്നുമില്ല. വല്ല മഴയോ ഇടിയോ കാറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പറന്ന് വരുള്ളൂ. ഇപ്പോൾ കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലുള്ള മരങ്ങളൊന്നും ആടി ഒലയുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ കോസ്മോസ് അണ്ണൻ പറയുന്നതായിരിക്കും. എന്താണ് നിനക്ക് പറയാനുള്ളത് ഈ കാഴ്ച കണ്ടിട്ട്? ഇവിടെ വളരെ അടിപൊളിയാണ്, മനോഹരമാണ്, നല്ല രസമാണ് ഗൈസ്. ഒന്നും പറയാനില്ല. പൊള്ളി വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്. അതെ, വൈബ് എന്നൊക്കെ പറഞ്ഞാൽ അന്യായ വൈബാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം ഗൈസ്. അങ്കപ്പാർ ഗൈസ്, അങ്കപ്പാർ തേയില ഫാക്ടറി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. അതെ, അത് തേയില ഫാക്ടറി. അതിന്റെ സൈഡിൽ കൂടെ കണ്ടോ മഞ്ഞ് പോകുന്ന, കണ്ടോ ഗൈസ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മരമാണ്. അതെ, ആ മരം. വ്യൂ ആണ്. അവിടെ നമ്മുടെ അമ്പലമേട് അമ്പലമുണ്ട്. പിന്നെ അവിടെ ഒരു റിസോർട്ട് ഉണ്ട്. പിന്നെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ എൻ്റെ ബാക്കിൽ ഒരു ഇന്റർനാഷണൽ സ്കൂളുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫേമസ് സ്കൂളാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വശത്തായിട്ടൊരു റിസോർട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. 5:44 സ്ഥിതിക്ക് 5:44 അല്ല 4:44. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാനൊക്കെ കൂടി ഇറങ്ങിയതാണ്. നമ്മൾ മഞ്ഞൊക്കെ തപ്പി ഇറങ്ങി. നല്ല തണുപ്പൊക്കെയാണ് ഇപ്പം. നിങ്ങൾ പല ജില്ലകളിലും കേരളത്തിലുള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ചൂട് ഭയങ്കര അസഹനീയമാണെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് തണുപ്പൊക്കെ ആവശ്യമുണ്ട്, മഞ്ഞൊക്കെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു റിലാക്സേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇടുക്കിയിലേക്ക് വരിക. പക്ഷേ എപ്പിക് ട്രാവൽസിനെ സമീപിക്കുക. ഇതുപോലുള്ള നല്ല വ്യൂ പോയിന്റുകൾ നമ്മുടെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം വരും. ഒരുപാട് വിയർ കുപ്പികളെല്ലാം അലമ്പാക്കിയിട്ടേക്കാന്ന്. പിന്നെ ഒരുപാട് വേസ്റ്റുകൾ അതിൽ ഇട്ടിരിക്കുന്നു. ഇതെല്ലാം ഇടാൻ വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൊട്ടയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം നല്ലതായിരുന്നു. അത് പഞ്ചായത്തൊക്കെ ഇടപെട്ട് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളിത് ഫേസ്ബുക്കിലും കൂടി ഇടുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ചെറിയ ഗ്രാമത്തിലെ കാഴ്ചകൾ. ഇനി ഒരു ചായയും കൂടെ കുടിച്ചിട്ട് കുറച്ച് ഗ്രാമവാസികളെ കാണാം നമുക്ക്. ഗ്രാമവാസികളോട് വല്ല ഇന്റർവ്യൂ എടുക്കണോ? വേണ്ടല്ലോ, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ തന്നെയല്ലേ അവിടുത്തെ ഗ്രാമവാസികൾ. എഴുന്നേക്കേണ്ടി വരുമോ? അപ്പോൾ ഗായ്സ്, നമ്മൾ ചായ കുടിച്ചു. ഇനി വീട്ടിലേക്കുള്ള യാത്ര. ബൈ. ബാംഗ്ലൂർ.